ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു നല്ല സുദിനം കൂടി ദൈവം സമ്മാനിക്കുകയും എല്ലാ ദിവസവും ദൈവമായ കർത്താവ് നമ്മെ സ്നേഹിച്ച്, നമ്മെ കരുതി, നമ്മെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിപ്പാൻ, നാം നീതിയുടെ മാർഗം തിരഞ്ഞെടുത്ത് അതേ പാതയിൽ തന്നെ സഞ്ചരിപ്പാൻ അനുദിനവും കുറേ കാലമായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രസാദം എന്തെന്നറിയിപ്പാൻ, നമുക്ക് വരാകാവുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്താൻ സ്വർഗസ്ഥനായ ദൈവം രാവിലെ തോറും ലഭിക്കുന്ന ഈ അല്പസമയത്തെ ചിന്ത കൊണ്ട് പരിശുദ്ധാത്മാവ് ശ്രമിക്കാറുള്ളത് ഞാൻ നന്നായി തിരിച്ചറിയുന്നു. ഇന്നും ദൈവമായ കർത്താവ് നമ്മെക്കുറിച്ചുള്ള സുന്ദരമായ ചിന്തകൾ പങ്കുവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും, കർത്തൃദാസന്മാരടക്കമുള്ള വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാവർക്കും ആദരപൂർവ്വം എൻ്റെ വിനീത വന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ നമ്മുടെ രക്ഷകനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, എൻ്റെ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ദിവസം ശുഭത നേർന്നുകൊണ്ട് ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 62-ാം അധ്യായം 3-ാം വാക്യം: യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിൻ്റെ കയ്യിൽ നീ രാജമുടിയും ആയിരിക്കും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടം, നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ നീ രാജമുടിയും ആയിരിക്കും. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുന്നു എന്നതിനേക്കാൾ ഉപരി യെശയ്യാ പ്രവചനം ബൈബിളിലെ ബൈബിൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ബൈബിളിന് 66 പുസ്തകങ്ങളുള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിനും 66 അധ്യായങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ കാലങ്ങൾ തീരുന്നു, പുതുയുഗം പിറക്കുന്നു, നിത്യത പുലരുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ യെശയ്യാ പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നിത്യതയെക്കുറിച്ച്, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച്, കാലങ്ങൾ അവസാനിക്കുന്നതിനെക്കുറിച്ച്, പുതുയുഗ പിറവിയെക്കുറിച്ച്, ദൈവകുമാരനായിരിക്കുന്ന ക്രിസ്തുവേശുവിൻ്റെ രാജഭരണത്തെക്കുറിച്ച് ഒക്കെ വ്യക്തമായി ബോധിപ്പിച്ച്, പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ വാഴ്ച, ഇതിനെക്കുറിച്ചൊക്കെ ബോധിപ്പിച്ചുകൊണ്ടാണ് യെശയ്യാ പ്രവചനം അവസാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ 62-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ കാലത്തിൻ്റെ അവസാനത്തിലെങ്കിലുള്ള അതീവ തീവ്രമായിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതിലേക്കൊക്കെ യെശയ്യാവിനെ ദൈവമായ കർത്താവ് എത്തി നോക്കിപ്പിക്കുകയും അത് വിളിച്ചു പറയിപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് കാണാൻ കഴിയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ വ്യക്തിപരമായ ദൂതാണ് ഓരോ ദിവസവും അനുദിന ചിന്തയിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 62-3 ഞാൻ നിങ്ങൾക്കും എനിക്കുമുള്ള വ്യക്തിപരമായ ദൂതായി നിങ്ങളോട് പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നത് പറയാനൊരുങ്ങുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിന് ഒത്തിരി പറയാനുണ്ട്. പറഞ്ഞാലും തീരാത്ത, എഴുതിയാലും തീരാത്ത, വർണ്ണിച്ചാലും തീരാത്ത ഒന്നാണ് വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ, പ്രപഞ്ച സൃഷ്ടാവായ, സർവേശ്വരനായ, സച്ചിദാനന്ദനായ, സനാതനനായ, മനുഷ്യനെ സൃഷ്ടിച്ച മഹോന്നതനായ ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് വേദപുസ്തകത്തിന് പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ കരം മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുകയും ഉയർന്നിരിക്കുകയും മഹോന്നതനായ ദൈവത്തിൻ്റെ കരം ഇന്നും ചലിക്കുകയും ഇന്നും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് എന്നെ സംബന്ധിച്ച് ഇന്ന് രാവിലെ വളരെ സന്തോഷം നൽകുന്നു. നിങ്ങളോടും പറയുന്നു, ദൈവത്തിൻ്റെ കരം തളർന്നു പോയിട്ടില്ല. അങ്ങനെ ഒരു വാക്യം തന്നെ ബൈബിളിലില്ലേ? കുറുതായി പോയിട്ടില്ല. കർത്താവിൻ്റെ കരം ഇന്നും ചലിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മൾ സമർപ്പിക്കുമ്പോൾ, നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ, നമ്മൾ രക്ഷയിലേക്ക് വരുമ്പോൾ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ കരത്തിലെത്തിയ ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇവിടെ ഈ പറയപ്പെട്ടിരിക്കുന്നത്. ഒരു വസ്തുവിനെക്കുറിച്ചല്ല, സ്വർണമോ തങ്കമോ മറ്റേതെങ്കിലും ലോകത്തെക്കുറിച്ചല്ല. നീ എന്ന പേഴ്സണാലിറ്റി കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. എന്നോടാ പറയുന്നത്, നിങ്ങളോടാ പറയുന്നത്. വേദപുസ്തകം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ അങ്ങനെയാണല്ലോ വേദപുസ്തകത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ആരോടോ പറഞ്ഞതാണ്, പക്ഷേ നമുക്കുള്ള ദൂതായിട്ടാണല്ലോ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പരിഗണിക്കുന്നത്. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് സിയോനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ അത് ഇന്നത്തെ ചിന്തയിൽ വ്യക്തിപരമായി വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയം തുറന്നുള്ള ആലോചനയായി വിശ്വസിക്കുകയാണ്. മാർച്ച് മാസം 3-ാം തീയതി നിങ്ങൾ ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹത്തിൻ്റെ പ്രദർശനമായ വാക്യത്തെ കാണുക. എന്താ പറയുന്നത്? നീ എന്ന് പറഞ്ഞെടുത്ത് എന്നെ കാണുന്നു ഞാൻ, നിങ്ങൾ നിങ്ങളെ കാണുക. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ കയ്യിൽ നീ എത്തിയാൽ
ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ എത്തിയാൽ അതൊരു വലിയ കാര്യമാട്ടോ. വെറുതെ 1000 പ്രസംഗം കേട്ടതോ 60 കൊല്ലം വേദപുസ്തകം വായിച്ചത് ഒക്കെ സത്യമാണ്. പക്ഷേ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലും ലോകത്തിൽ എവിടെ ജനിച്ചാലും അത്യുന്നതനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം എത്തിച്ചേരുക എന്നുള്ളത് ജീവിതത്തിലൊരു തെരഞ്ഞെടുപ്പിൻ്റെ അനന്തരഫലമാണ്. ബൈബിളിൽ കർത്താവൊക്കെ പറയുന്നു, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ ദൈവത്തിൻ്റെ കൈകളിൽ നാം സുരക്ഷിതരായിരിക്കുന്നതിനെക്കുറിച്ച്. അതുപോലെ തന്നെ മറ്റു അനേക ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ മക്കൾ. ഒരു ആലങ്കാരികമല്ല, ഒരു സുരക്ഷിതത്വത്തിൻ്റെ സൂചന തരുന്ന ദൈവത്തിൻ്റെ ദൂതാണത്. അപ്പോൾ ലോകത്തിലെ 800 കോടി ആളുകളും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. പിന്നെയോ പ്രത്യേകമായി ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവോന്മുഖമായി ജീവിക്കാൻ വേണ്ടി ആയുസ്സിൻ്റെ മധ്യത്തിൽ ആര് തീരുമാനമെടുക്കുന്നോ അവരെ ദൈവം കരങ്ങളിൽ നക്ഷത്രങ്ങളെ പോലെ സൂക്ഷിക്കുമെന്നൊക്കെ വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. ഇല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ നല്ലിടയനായ യേശുവിൻ്റെ ആടുകളെക്കുറിച്ച് പറയുകയാണ്. ആ കർത്താവ് സമർത്ഥിക്കുന്നു, നിങ്ങൾ എൻ്റെ കയ്യിലാണ്, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് സത്യസന്ധമായ ദൈവത്തിൻ്റെ ആലോചന പറയുന്നു, ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുക എന്നൊരവസ്ഥയുണ്ട്. അത് നമ്മുടെ സമർപ്പണം കൊണ്ടും നമ്മുടെ തീരുമാനം കൊണ്ടും കാര്യം നടത്താൻ വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കാൻ കഴിയില്ല. പാപമംഗലമായ ലോകത്ത് പരിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ സേവിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി ലോകപ്രകാരം ജീവിക്കാതെ വ്യവസ്ഥപ്രകാരം ജീവിക്കാൻ ദൈവത്തെ ദൈവപുത്രനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ അവൻ്റെ കരങ്ങളിൽ വഹിക്കുമെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഉറപ്പാണ്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനതിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വരുന്നവരുടെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആലോചനയുടെ ആഴത്തിൽ കിടക്കുന്നത് 62:3 യെശയ്യാപ്രവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിന്നെ എൻ്റെ കയ്യിൽ ആരെങ്കിലും എറിഞ്ഞ് വീഴിക്കാനുള്ള കല്ലായിട്ട് ഇങ്ങനെ കരുതി വെച്ചുകൊണ്ടിരിക്കുന്നല്ല. ദൈവത്തിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ദൈവം നിന്നെ കിരീടമാക്കി മാറ്റും. രാജമുടി, മകുടം, കിരീടം തന്നെയാണത്. ഉന്നതന്മാർ വയ്ക്കുന്ന വലിയ മഹത്വത്തിൻ്റെ അധികാരത്തിൻ്റെ രാജകീയ മകുടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, രാജമുടി എന്നുള്ളതിന്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലേക്കൊരു പാവപ്പെട്ട മനുഷ്യനെത്തിയാൽ അവനെ ദൈവം മറ്റൊരുത്തനെ എറിഞ്ഞു വീഴ്ത്താനുള്ള കല്ലായിട്ടല്ല, വേടനായിരിക്കുന്ന കാട്ടാളനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന വിഷം പുരുട്ടിയ അമ്പായിട്ടല്ല. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ രീതിയിലാണ് പലതും ഇരിക്കുന്നത് കേട്ടോ. സ്തോത്രം. മറ്റൊരുത്തരെ ഇല്ലാതാക്കാനുള്ള ആയുധമായിട്ടോ മൂർച്ചയേറിയ വാളായിട്ടൊക്കെ എന്തുവാകട്ടെ, അങ്ങനെയൊക്കെ പലതും പറയുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഈ വാക്യം പറയുന്ന ഒരുത്തനെ കിട്ടിക്കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ ദൈവത്തിൻ്റെ കയ്യിൽ കിരീടമാക്കി മാറ്റുമെന്ന്. അതല്ലേ വാക്യം? സ്തോത്രം പറയാമെങ്കിൽ സന്തോഷത്തോടെ സ്തോത്രം പറ. വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും വലിയ ഉപദേശം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൂത് എന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ മാറ്റും എന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. നിശ്ചയമായും നിങ്ങളുടെ വീടിന് മാറ്റം വരും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിന് മാറ്റം വരും, നിങ്ങളുടെ വസ്ത്രത്തിന്, നിങ്ങളുടെ ഞെരുക്കത്തിന്, നിങ്ങളുടെ ആഹാരത്തിനൊക്കെ മാറ്റം വരും. അതൊക്കെ ദൈവം വരുത്താൻ വിശ്വസ്തനായ ദൈവമാണ്. പക്ഷേ ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ മാറ്റം വ്യക്തികളുടെ മാറ്റമാണ്, വ്യക്തിത്വ മാറ്റം. എനിക്ക് മാറ്റം വന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഞാൻ പണ്ട് ഓലപ്പുരയെ കടന്നു. ഞാനിന്ന് ഭയങ്കര ടർസ് വീട്ടിലാണ്, 2 നില വീട്ടിലാണ്, ഗ്രനൈറ്റും മാർബിളും പാകിയിരിക്കുന്ന വീട്ടിലാണ്, മുഴുവൻ സൗദമാണ് എന്ന് പറയുന്നതല്ല ക്രിസ്തീയ സാക്ഷ്യം കേട്ടോ. ഞാൻ പണ്ട് ചെരുപ്പ് പോലും ഇല്ലാത്തവനായിരുന്നു. എൻ്റെ മക്കൾക്ക് 6 കാറുണ്ട്, ഓരോ ദിവസവും ഓരോ കാറിൽ മാറി മാറി വരുന്നു എന്ന് പറയുന്നതല്ല സാക്ഷ്യം. പിന്നെയോ വേദപുസ്തകത്തിൻ്റെ സാക്ഷ്യം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യം, ഞാൻ അധമനായിരുന്നു, ആർക്കും വേണ്ടാത്തവനായിരുന്നു, തറയെ കിടന്ന് ചവിട്ടേറ്റ വെറും പൊടിമണ്ണായിരുന്നു. ആ എന്നെ സ്വർഗത്തിൽ ദൈവം കയ്യിലേന്തി കയ്യിൽ കിരീടമാക്കി മാറ്റി. അതിനർത്ഥം എൻ്റെ അവസ്ഥ മാറി എന്നല്ല, ഞാൻ മാറി. ഹല്ലേലൂയ! ആ മാറ്റമാണ് ഏറ്റവും വലിയ മാറ്റം. അപ്പൊ തിരുവെഴുത്ത് സമർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ കയ്യിലെത്തിയാൽ അവൻ കിരീടമായി മാറി. ഇനി ഇതോടെ പറഞ്ഞാൽ നിർത്താം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കിരീടം എന്തിനാ? കിരീടം എന്തിനാ? ആരെയോ രാജാവാക്കാൻ അല്ലേ? അല്ലേ? കിരീടം എന്തിനാ? ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഈ കുടുംബ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യയോ ഭർത്താവോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മനുഷ്യനെ എൻ്റെ തലയിൽ കെട്ടി ഏൽപ്പിച്ചല്ലോ ദൈവമേ. നിങ്ങളും ചിലർ പറഞ്ഞിട്ടുണ്ടാവും, ഈ കുരിശെല്ലാം കൂടി എൻ്റെ തലയിൽ വെച്ച് തന്നല്ലോ എന്നാരെയോ
ചിലപ്പോൾ കല്യാണം ആലോചിച്ച അപ്പനെ അമ്മയെയൊക്കെ കലി കയറി പറഞ്ഞു കാണും, ഇങ്ങനെ ഒരു കുരിശ് നിങ്ങളെല്ലാം കൂടി എൻ്റെ തലയിൽ വെച്ച് എന്നിട്ട് ഇപ്പോൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ഇല്ലേ? അതിനർത്ഥം എന്താ? ഏതോ കുരിശ് ആരെക്കുറിച്ചാണ്? കെട്ടിയോനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തിനേക്കും ഭാര്യയെക്കുറിച്ചായിരിക്കും. അത് കുരിശാണ്, ഇങ്ങനെ ഒരു വലിയ ഭാരമാണ്. പക്ഷെ ദൈവം തമ്പുരാൻ ആരെയോ രാജാവാക്കാൻ എന്നെ നിങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ കിരീടമാക്കുന്നു. നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാമോ? എൻ്റെ കർത്താവേ, ഞാൻ ആർക്കോ മുൾക്കിരീടമല്ല, ആർക്കോ ഭാരമുള്ള കരിങ്കല്ലല്ല, ആരുടെയോ തലയിൽ കുരിശായി വരാനല്ല. പിന്നെയോ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് ആരെയോ രാജാവാക്കാൻ. എൻ്റെ മക്കളെയൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ കിരീടമാക്കിയിട്ട്, അവരുടെ ഒന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല, വളർന്നു വരുന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങളൊക്കെ പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളൊക്കെ എന്നെ കേൾക്കുന്നില്ലേ? എൻ്റെ ദൈവമേ, എന്നെ ഒരു കിരീടമാക്കിയിട്ട് ഞാൻ ചെല്ലുന്നിടത്ത് എന്നെ ആരുടെയോ തലയിൽ ദൈവം വെച്ചു കൊടുക്കുമ്പോൾ അവനെ രാജാവാക്കണം. എത്ര എന്നെ ദൈവം ആശ്ചര്യപ്പെടുത്തുന്നു ദൈവമക്കളെ ചിന്ത. നിങ്ങൾക്ക് രാവിലെ ഒരു 15 മിനിറ്റ് എന്താ പറയുക, കാക്ക വിളിക്കുന്ന കണ്ടിട്ടില്ല? അതുപോലെ ചുമ്മാ തല്ലിപ്പടച്ച് ധൃതിക്കിടയിൽ റോട്ടിൽ കെട്ടിക്കിടക്കുന്ന പഴയ തടവും കുഴിയുള്ള കട്ടറുള്ള റോട്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാക്ക ഇങ്ങനെ പിടച്ച് കുളിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നതുപോലെ 15 മിനിറ്റ് ധൃതി പിടിച്ച് 10 മിനിറ്റ് ഇത് ചുമ്മാ ഓടിപ്പോക്കിൻ്റെ ഇടയിൽ കേൾക്കുന്ന രാജിപ്പാസ് പറയുന്ന വചനാണെങ്കിൽ ഇത് വലിയ കഥയായിട്ട് തോന്നിയല്ല. പക്ഷെ എൻ്റെ ഹൃദയം തുടിക്കുന്നു, ഇതിൻ്റെ ആഴങ്ങൾ എന്നെ ത്രസിപ്പിക്കുന്നു. എൻ്റെ തമ്പുരാൻ്റെ കയ്യിൽ ഞാൻ ചെന്ന് പെട്ടാൽ എൻ്റെ ദൈവം മറ്റുള്ളവർക്ക് കിരീടമാകാൻ, മറ്റൊരുത്തരും ഞാൻ ഭാരമാകില്ല, മറ്റൊരുത്തരും ഞാൻ വേദനയാകില്ല. എൻ്റെ ജീവിത പങ്കാളിക്കോ, എൻ്റെ കുഞ്ഞുങ്ങൾക്കോ, എൻ്റെ ചർച്ചുകാർക്കോ, എൻ്റെ പ്രിയപ്പെട്ടവർക്കോ, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കോ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കോ ഞാൻ മുറിവേൽപ്പിക്കുന്ന ഭാരമുള്ള കല്ലാകില്ല. അവനെ തളർത്തുന്ന, അവനെ പേടിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന ഒരു ഭാരമാകില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ആരെയോ രാജാവാക്കാൻ. കിരീടം രാജാവല്ല, കിരീടം വെച്ചവനാ രാജാവ് അല്ലേ? ഞാൻ ആരുടെയെങ്കിലും സ്വന്തമായാൽ, ഞാൻ ആരുടെയെങ്കിലും തലയിൽ ചെന്നാൽ അവൻ രാജാവാകണം. അങ്ങനെ ഒന്ന് ചിന്തിക്കാമോ? ദൈവത്തിന് അങ്ങനെയൊക്കെ ചില പണിയുണ്ട്. നിങ്ങളൊരു അപശകുനമാണ്. നിങ്ങൾ ചുമ്മാ ആരാണ്ടുവാണെന്നൊക്കെ പറഞ്ഞ് വിസിറ്റിംഗ് കാർഡിൽ എഴുതിക്കൊണ്ട് നടന്ന ആളുകളെ ബോധിപ്പിക്കാതെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കയ്യിൽ ഞാനൊരു കിരീടമായി മാറട്ടെ. ഈ മാർച്ച് മാസം പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. നമുക്ക് സമയം കണ്ടെത്താം ഉപവസിക്കാനൊക്കെ കേട്ടോ. ദൈവത്തിൻ്റെ കയ്യിൽ കിരീടമാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രാജാവാക്കാൻ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ രാജാവാക്കാൻ, മറ്റു ചിലരെ രാജാവാക്കാൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ പണിതെടുത്ത് നല്ല വിലയേറിയ മുത്തുകളും കല്ലുകളും പതിപ്പിച്ച കിരീടമായി ദൈവം തമ്പുരാൻ മാറ്റട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നീ ഒരു കിരീടമായിരിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒത്തിരി ദൈവദാസന്മാർ ഈ വചനം എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. അപ്പാ, ഞങ്ങൾ ആദ്യം സമർപ്പിക്കുന്നു, ഞങ്ങളെ അങ്ങയുടെ കയ്യിൽ കിരീടമാക്കണേ. ഒരുപാട് തകർന്നവരെ, ഒരുപാട് കരഞ്ഞവരെ, ഒറ്റപ്പെട്ടവരെ, ജീവിതം പൊളിഞ്ഞു പോയവരെ, അവരെ രാജാവാക്കാൻ, രാജ്ഞിയാക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം തന്ന് ഞങ്ങളെ കിരീടമാക്കി അവർക്ക് കൊടുക്കണേ കർത്താവേ. ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞ് മക്കൾക്ക്, യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഹയർ സ്റ്റഡിക്കൊക്കെ പോയിരിക്കുന്നവർക്ക് വേണ്ടി, അവിവാഹിതരായി വിവാഹപ്രായം എത്തിയവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ കിരീടമായി മാറട്ടെ. വിജയതാരകത്തിന് കൊടുക്കുന്ന വലിയ പൊൻകിരീടമായി ഈ വചനം കേൾക്കുന്നവരെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ഈ മാർമിക രഹസ്യം അവർക്ക് ഫലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.